ഗുഡ് മോർണിംഗ്, എവർക്കും സ്റ്റഡി നിഫ്റ്റി മലയാളത്തിൻ്റെ ഡെയിലി മാർക്കറ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ഇന്നലത്തെ മാർക്കറ്റിൽ നിന്ന് ആരംഭിക്കാം. സെൻസെക്സും നിഫ്റ്റിയും മിഡ് ക്യാപ്പും ചെറിയ തോതിൽ ഇടിഞ്ഞപ്പോൾ നിഫ്റ്റി ബാങ്കാണ് ഉയർന്ന് ക്ലോസ് ചെയ്യുന്നത്. വലിയൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗിൽ ആരംഭിച്ചെങ്കിലും പിന്നീട് ഒരു റിക്കവറി നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിഞ്ഞു. ഇനി ഇന്നത്തെ എല്ലാ പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക് നമുക്ക് വരാം. അതിനു മുന്നേ നമ്മുടെ ഈ വീഡിയോ ആരെങ്കിലും ലൈക്ക് ചെയ്യാൻ മറന്നു പോയിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ആ ലൈക്ക് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ആദ്യത്തെ വാർത്തയിലേക്ക്. ഇന്ത്യയുടെ ചില്ലറ വ്യാപാര പണപ്പെരുപ്പം, അതായത് CPI ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നിരുന്നു. ഒക്ടോബറിൽ 0.25% നിന്ന് നവംബറിൽ 0.71% ഉയർന്നിരുന്നത്. ഇന്നലെ ഇന്ത്യയുടെ WPI ഹോൾസെയിൽ പ്രൈസ് ഇൻഫ്ലേഷൻ ഡാറ്റ പുറത്തു വന്നു. നവംബറിൽ തുടർച്ചയായ 2ാം മാസവും WPI പണപ്പെരുപ്പം നെഗറ്റീവായി തുടരുന്നു. 6 മാസത്തിനിടെ 4ാം തവണയും WPI നെഗറ്റീവ് മേഖലയിലേക്കാണ് പ്രവേശിച്ചത്. ഭക്ഷ്യവസ്തുക്കളുടെ വിലയിടിവാണ് പ്രധാനപ്പെട്ട ഒരു കാരണമായത്. ധാതു എണ്ണകൾ, അസംസ്കൃത എണ്ണ, പ്രകൃതിവാതകം തുടങ്ങിയവയുടെ വിലയിടിവ് ഒരു കാരണമായി. ഭക്ഷ്യവസ്തുക്കളുടെ പണപ്പെരുപ്പം -4.16%. ഒക്ടോബറിൽ അത് -8.31% കുറഞ്ഞിരുന്നു. അതുപോലെ പച്ചക്കറി പണപ്പെരുപ്പം -34.97% ഒക്ടോബറിൽ ഉണ്ടായിരുന്നത്. നവംബറിൽ അത് -20.23%. ഇനി WPI ഇൻഫ്ലേഷൻ ഡാറ്റ ഡിസംബർ മാസത്തിൽ പോസിറ്റീവ് ആവാനുള്ള സാധ്യതയുള്ളതായിട്ടാണ് സാമ്പത്തിക വിദഗ്ധർ പ്രതീക്ഷിക്കുന്നത്. അതിനുള്ള കാരണങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ദുർബലമായ രൂപ, ഉയർന്ന സാധനങ്ങളുടെ വില, ഉയർന്ന പച്ചക്കറി വില എന്നിവയൊക്കെയാണ്. അടുത്തതായി മറ്റൊരു വാർത്തയിലേക്ക്. ഇന്ത്യയുടെ തൊഴിലില്ലായ്മ നിരക്ക് നവംബറിൽ 4.67% എന്ന പുതിയ താഴ്ന്ന നിലയിലേക്ക് എത്തി. പ്രതിമാസ പീഡിയാട്രിക് ലേബർ ഫോഴ്സ് സർവേ അടിസ്ഥാനമാക്കിയാണ് ഈ ഡാറ്റ പുറത്തു വന്നിരിക്കുന്നത്. സമ്പദ് വ്യവസ്ഥയിലെ തൊഴിൽ സാഹചര്യങ്ങൾ മെച്ചപ്പെട്ടതായി ഈ ഡാറ്റ സൂചിപ്പിക്കുന്നു. ഇന്നലെ ഹൈലൈറ്റായി മറ്റൊരു കാര്യം കൂടി നടന്നത്, രൂപ ഡോളറിനെതിരെ 90.73 എന്ന പുതിയ റെക്കോർഡ് താഴ്ന്ന നിലവാരത്തിലെത്തിയിരുന്നു. 31 പൈസയാണ് കുറഞ്ഞത്. കഴിഞ്ഞ ഒരു മാസത്തിനിടയിൽ മാത്രം 8 തവണയാണ് പുതിയ റെക്കോർഡിലോ റുപ്പി ടച്ച് ചെയ്തിരിക്കുന്നത്. രൂപ പുതിയ റെക്കോർഡിലോ ടച്ച് ചെയ്യുമ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ്, പ്രത്യേകിച്ച് ഇന്ത്യൻ വിപണി എത്തരത്തിലായിരിക്കും ഇതിനോട് റിയാക്ട് ചെയ്യുക എന്ന് തന്നെയാണ് നമുക്ക് അറിയേണ്ടത്. ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ഉണ്ടാവാനുള്ള സാധ്യതയാണ് കൂടുതലായിട്ടുള്ളത്. കാരണം ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ് പുറത്തേക്കുള്ള അവരുടെ ഒഴുക്ക് വർദ്ധിപ്പിച്ചേക്കാം. റുപ്പി പുതിയ റെക്കോർഡിലോ ടച്ച് ചെയ്യുമ്പോൾ ഇറക്കുമതിക്ക് പ്രാധാന്യം നൽകുന്ന മേഖലകൾ തന്നെയാണ് സമ്മർദ്ദത്തിലാവുന്നത്. പ്രത്യേകിച്ച് എണ്ണവാതകം, അതായത് കമ്പനികൾ നോക്കുകയാണെങ്കിൽ IOC, BPCL, HPCL തുടങ്ങിയ കമ്പനികളും, ഏവിയേഷൻ സെഗ്മെൻറ്റിലുള്ള കമ്പനികളും, കൂടാതെ അസംസ്കൃത വസ്തുക്കളുടെ ഇറക്കുമതി കൂടുതലുള്ള FMCG കമ്പനികളും സമ്മർദ്ദത്തിലാവാനുള്ള സാധ്യതയുണ്ട്. നമ്മൾ പറഞ്ഞു, ഇറക്കുമതി കൂടുതലായി ആശ്രയിക്കുന്ന സെക്ടറുകളാണ് സമ്മർദ്ദത്തിലാവാൻ പോകുന്നത്. അതേസമയം ഒരു പോസിറ്റീവ് ആഘാതം ഉണ്ടാവാൻ സാധ്യതയുള്ള മേഖലകൾ കയറ്റുമതിയെ ആശ്രയിക്കുന്ന മേഖലകൾ തന്നെയാണ്. IT ഓഹരികൾ, ഫാർമ, മെറ്റൽസ് ആൻഡ് കെമിക്കൽ സെഗ്മെൻറ്റുകൾ ഫോക്കസിൽ അത്തരത്തിൽ വരാനുള്ള സാധ്യതയുമുണ്ട്. ഇനി ഗ്ലോബൽ മാർക്കറ്റുകളുടെ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഒന്ന് വാച്ച് ചെയ്യാം. ഈ ആഴ്ച അവസാനം വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട US സാമ്പത്തിക ഡാറ്റയ്ക്ക് മുന്നോടിയായി നിക്ഷേപകർ ജാഗ്രത പുലർത്തുന്നതിനാൽ തിങ്കളാഴ്ച വാൾസ്ട്രീറ്റ് ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. പലിശ നിരക്കുകളുടെ ഭാവി ദിശ മനസ്സിലാക്കാൻ വിപണികൾ തൊഴിൽ നമ്പറുകളും പണപ്പെരുപ്പം, ചില്ലറ വിൽപ്പന, ബിസിനസ് പ്രവർത്തനങ്ങൾ എന്നിവയെ സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നു. ഇന്നലെ S&P 500 ഇടിഞ്ഞെങ്കിലും 11ൽ 8 സെക്ടറുകളും പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. അതിൽ തന്നെ കൂടുതൽ നേട്ടമുണ്ടാക്കിയത് ഹെൽത്ത് കെയർ സ്റ്റോക്കുകളായിരുന്നു. 1.3% ഉയർന്നു. IT സെക്ടർ 1% ഇടിവുണ്ടാക്കി. കൂടാതെ ഇന്നലെ സ്റ്റോക്കുകളിൽ ടെസ്ല എന്ന സ്റ്റോക്ക് 3.5% നേട്ടമുണ്ടാക്കിയിരുന്നു. ഇതുകൂടാതെ ഇന്നലെ US ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ കമ്പനികളുടെ പ്രകടനം നോക്കിക്കഴിഞ്ഞാൽ ഇൻഫോസിസ് 0.34% ഇടിവിലാണ് ക്ലോസ് ചെയ്യുന്നത്. വിപ്രോ 1.44% ഉയർന്നു. HDFC ബാങ്ക് 0.25% ഉയർന്നപ്പോൾ ICICI ബാങ്ക് 0.05% ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. ഡോക്ടർ റെഡ്ഡി ലബോറട്ടറീസ് 0.5% നേട്ടവും ഉണ്ടാക്കി. യൂറോപ്യൻ മാർക്കറ്റുകളിലേക്ക്. ഇന്നലെ യൂറോപ്യൻ വിപണി പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. ഈ ആഴ്ച ഒരുപാട് ഡാറ്റകൾ പുറത്തു വരുന്ന ഒരാഴ്ചയാണ്. പ്രത്യേകിച്ച് വ്യാഴാഴ്ച യൂറോപ്യൻ സെൻട്രൽ ബാങ്കിൻ്റെ ഫൈനൽ പോളിസി മീറ്റിംഗ് ഡിസിഷൻ ഈ വർഷത്തെ വരുന്നുണ്ട്. ഇന്നലെ യൂറോപ്യൻ വിപണിയിൽ ഇടിവുണ്ടാക്കിയ ചില സെക്ടറുകൾ നോക്കിക്കഴിഞ്ഞാൽ പ്രതിരോധ, ഫാർമസ്യൂട്ടിക്കൽ കമ്പനികളായിരുന്നു. ഇന്നിപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകൾ ഇടിവിലാണ്. US വിപണിയിൽ AI ബന്ധപ്പെട്ട സെൽ ഓഫ് ആണ് ഇന്നലെ നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഓപ്പൺ ചെയ്തിരിക്കുന്ന ഏഷ്യൻ മാർക്കറ്റുകളിൽ ജപ്പാൻ മാർക്കറ്റ് നിക്കി 0.75% ഇടിവിൽ ട്രേഡ് ചെയ്യുന്നു. കോസ്പി മാർക്കറ്റ് 1.13% ഇടിവിലാണുള്ളത്.
ഇപ്പോൾ നമ്മുടെ ഗിഫ്റ്റ് നിഫ്റ്റി ഉള്ളത് 26,074 എന്ന നിലയിൽ 17 പോയിന്റ്സ് ഇടിഞ്ഞാണ് ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് ആണ്. ഇപ്പോഴത്തെ ഈ ഒരു നില വെച്ച് നിഫ്റ്റിയിൽ ഏകദേശം 40 പോയിന്റ്സിൻ്റെയൊക്കെ ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിനാണ് സാധ്യതയുള്ളത്. ഇനി ഗോൾഡ് പ്രൈസ് നോക്കിക്കഴിഞ്ഞാൽ ഇന്നലെ പുതിയ റെക്കോർഡ് ഹൈ ആണ് ഗോൾഡ് പ്രൈസുകൾ ടച്ച് ചെയ്തത്. സ്പോട്ട് ഗോൾഡ് 0.2% ഉയർന്നാണ് ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. ഒരു സമയത്ത് 1% മുകളിൽ നേട്ടത്തിലായിരുന്ന ഗോൾഡ് പ്രൈസുകളാണ് പിന്നീട് ചെറിയ നേട്ടത്തിൽ ക്ലോസ് ചെയ്യുന്നത്. കേരളത്തിലെ ഗോൾഡ് പ്രൈസ് ഇന്നലെ 1 ലക്ഷത്തിന് വളരെ അരികെ എത്തിക്കഴിഞ്ഞിരുന്നു. 99,280 രൂപയാണ് ഇന്നലത്തെ ഗോൾഡ് പ്രൈസ് ആയിട്ട് വരുന്നത്. ഈ മാസത്തെ ഏറ്റവും ഉയർന്ന നിരക്ക് കൂടിയാണിത്. ക്രിപ്റ്റോ കറൻസിയിലേക്ക് വന്നാൽ ബിറ്റ്കോയിൻ വീണ്ടും ഇടിവിൽ തന്നെയാണ്. 3% ഇടിവിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത്. $85,000 ഇപ്പോൾ ഉള്ളത്. ഓയിൽ പ്രൈസുകൾ വീണ്ടും ഇടിഞ്ഞാണ് ക്ലോസ് ചെയ്യുന്നത്. റഷ്യ ഉക്രൈൻ സമാധാന കരാറിന് കൂടുതൽ വിതരണം വർദ്ധിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് ഇന്നലെ ഓയിൽ പ്രൈസുകൾ 1% ഇടിയാൻ കാരണമായത്. ഇനി ആർക്കെങ്കിലും നമ്മുടെ പെയ്ഡ് എഡ്യൂക്കേഷൻ ടെലഗ്രാം ചാനലിൽ 1,299 രൂപയ്ക്ക് 3 മാസത്തേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ തൊട്ടുമുകളിലെ വാട്സാപ്പ് നമ്പറിൽ ഒന്ന് മെസ്സേജ് അയച്ച് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. ഇതുകൂടാതെ യൂട്യൂബിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ ബേസിക് മുതലുള്ള കാര്യങ്ങൾ പഠിച്ചു പോകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ ഒരു ഫ്രീ ആയിട്ടുള്ള വീഡിയോ സീരീസ് ആരംഭിച്ചിട്ടുണ്ട്. 3 വീഡിയോസ് ഇതിനോടകം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. കൂടുതലായിട്ട് സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ചൊക്കെ പഠിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ പ്ലേലിസ്റ്റ് സന്ദർശിക്കാവുന്നതാണ്. ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുകൂടാതെ കമൻറ്റ് ബോക്സിലും നമ്മൾ ആ ലിങ്ക് പിൻ ചെയ്തിട്ടുണ്ട്. ഇനി ഇന്നത്തെ പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്ക് ന്യൂസുകളിലേക്കാണ്. ആദ്യം സെനോറസ് ഫാർമസ്യൂട്ടിക്കൽസ് എന്ന കമ്പനി. അപ്നാർ ഫാർമയുടെ 100% ഓഹരികൾ സെനോറസ് ഫാർമസ്യൂട്ടിക്കൽസ് വാങ്ങുന്നു. അപ്നാർ ഫാർമയുടെ പൂർണ്ണമായും ഉടമസ്ഥതയിലുള്ള ഒരു അനുബന്ധ സ്ഥാപനമായി ഇതോടെ കമ്പനി മാറും. അടുത്തത് സി മീഡിയയാണ്. കൊൽക്കത്തയിൽ കമ്പനിക്കെതിരെ നിയമപരമായ ഒരു മധ്യസ്ഥത കേസ് ആരംഭിച്ചു. അടുത്തത് അരവിന്ദ് സ്മാർട്ട് സ്പേസസ് എന്ന കമ്പനിയാണ്. ബാംഗ്ലൂരുവിലെ വൈറ്റ് ഫീൽഡിൽ ഒരു പുതിയ റെസിഡൻഷ്യൽ പ്രൊജക്ട് കമ്പനി വാങ്ങി 550 കോടി രൂപയുടെ സാധ്യതയുള്ള വരുമാനമാണ് കമ്പനി പ്രതീക്ഷിക്കുന്നത്. അയോൺ എക്സ്ചേഞ്ച് ഇന്ത്യ എന്ന കമ്പനിയാണ് അടുത്തത്. സോളാർ പ്രൊജക്ട് വാട്ടർ സിസ്റ്റങ്ങൾക്കായി റെയ്സൺ എനർജി, ഐനോക്സ് സോളാർ എന്നിവയിൽ നിന്ന് 300 കോടി രൂപയുടെ പുതിയ ഒരു ഓർഡർ കമ്പനി നേടി. അടുത്തത് ലെമൺ ട്രീ ഹോട്ടൽസ് എന്ന കമ്പനിയാണ്. നേപ്പാളിൽ 80 മുറികളുള്ള ഒരു പുതിയ ഹോട്ടൽ കമ്പനി ലെമൺ ട്രീ ഹോട്ടൽസ് ഒപ്പുവെച്ചു. പാനേഷ്യ ബയോടെക് എന്ന കമ്പനിയാണ് അടുത്തത്. മുൻ CFO രാജിവെച്ചതിന് ശേഷം വിനോദ് ഗോയലിനെ പുതിയ ഗ്രൂപ്പ് CFO ആയി കമ്പനി നിയമിച്ചു. അടുത്തത് സൈഡസ് ലൈഫ് സയൻസ് എന്ന കമ്പനിയാണ്. മെങ്കേസ് രോഗചികിത്സയ്ക്കായി US FDA വീണ്ടും സമർപ്പിച്ച മരുന്ന് അപേക്ഷ സ്വീകരിച്ചു. 2026 ജനുവരി 14 തീരുമാനം പ്രതീക്ഷിക്കുന്നു. അടുത്തത് SBI എന്ന കമ്പനിയാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗ്രീൻ എനർജി പദ്ധതികൾക്കായി ജർമ്മൻ ബാങ്കായ KfWയുമായി 150 മില്യൺ യൂറോയ്ക്ക് കമ്പനി വായ്പ ഒപ്പിടും. പുതിയ MDയെ കമ്പനി നിയമിക്കുകയും ചെയ്തു. അടുത്തത് BL കശ്യപ് ആൻഡ് സൺസ് എന്ന കമ്പനിയാണ്. 615.69 കോടി രൂപയുടെ വലിയ ഒരു നിർമ്മാണ ഓർഡർ കമ്പനി നേടി. ഇന്ന് F&O സെഗ്മെൻറ്റിൽ ബാനായ സ്റ്റോക്ക് ബന്ധൻ ബാങ്ക് മാത്രമാണ്. അടുത്തതായി FIDA ആക്ടിവിറ്റിയിലേക്ക്. ഇന്നലെയും FIS സെല്ലിങ്ങിൽ തന്നെയായിരുന്നു. 1,468 കോടി രൂപയ്ക്ക് സെല്ല് ചെയ്തു. DIS ആവട്ടെ 1,792 കോടി രൂപയ്ക്കാണ് ഇന്നലെ ബൈ ചെയ്തത്. ഇന്ന് നമ്മൾ നിഫ്റ്റിയിലും ബാങ്ക് നിഫ്റ്റിയിലും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളിലേക്കാണ്. 26,027 20 പോയിന്റ്സ് ഇടിഞ്ഞാണ് നിഫ്റ്റി ഇന്നലെ ക്ലോസ് ചെയ്യുന്നത്. നിഫ്റ്റിയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു ഫോളിംഗ് വെഡ്ജ് പാറ്റേണിൽ നിന്നും ഒരു ബ്രേക്ക് ഡൗൺ സംഭവിച്ചതിന് ശേഷം പിന്നീട് തിരികെ നിഫ്റ്റിക്ക് ആ ലെവലിലേക്ക് തിരിച്ചു കയറാൻ കഴിഞ്ഞിട്ടില്ല. കൂടാതെ കഴിഞ്ഞ 2 ദിവസമായിട്ട് അപ്സൈഡിൽ നമ്മൾ വരച്ചിരുന്ന ആ ഒരു 26,052 എന്ന ഒരു ലെവലിന് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെക്കാൻ സാധിച്ചിട്ടില്ല. ഡൗൺ സൈഡിൽ നമ്മൾ പറഞ്ഞ ആ ഒരു പ്രധാനപ്പെട്ട സോണിൽ നിന്നാണ് ഒരു പുൾ ബാക്ക് ലഭിച്ചിരിക്കുന്നത്. കൂടാതെ അപ്സൈഡിലെ സെല്ലിംഗ് സോണും നമ്മൾ പ്രധാനപ്പെട്ടതായി കാണേണ്ടതാണ്. അതായത് ഈ ഒരു സോണിനുള്ളിലായിട്ടാണ് നിഫ്റ്റി ഇപ്പോൾ കുറേ ദിവസങ്ങളായിട്ട് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിഫ്റ്റിയെ സംബന്ധിച്ച് 20-യുടെ SMAയും കൂടാതെ ബോളിഞ്ചർ ബാൻഡിൻ്റെ മിഡിൽ ലെവലും ഉള്ളത് ഏകദേശം ഇപ്പോൾ നിഫ്റ്റിയുള്ള ഈ ഒരു ഏരിയയിൽ തന്നെയാണ്. ഇവിടെ ഒരു സ്ട്രോങ് ക്ലോസിംഗ് വെക്കുകയാണെങ്കിൽ ഒരുപക്ഷെ 26,100 മുതൽ 26,200 വരെയൊക്കെ പോകാനുള്ള സാധ്യതകളുണ്ട്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു ഇമ്മീഡിയറ്റ് സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 25,900 അതിനുശേഷം നമ്മൾ ഡൗൺ സൈഡിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ പറയാറുള്ള ആ ഒരു ഡൗൺ സൈഡിലെ പ്രധാനപ്പെട്ട സോൺ തന്നെയാണ്. നിഫ്റ്റിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ 26,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് മുകളിലായിട്ട് ഒരു ക്ലോസിംഗ് വെച്ചിട്ടുണ്ട്. അതൊരു ചെറിയ പോസിറ്റിവിറ്റി ആയിട്ട് നമുക്ക് കാണാം. മറ്റ് ചില കാര്യങ്ങൾ പറയുകയാണെങ്കിൽ ഒരു ഗ്രീൻ ക്യാൻഡിലാണ് ക്ലോസിംഗ് വെച്ചിട്ടുള്ളത്. അതും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. പക്ഷേ ഒരു വീക്ക്നെസ്സായി നമുക്ക് കാണാൻ കഴിയുന്നത് വെള്ളിയാഴ്ചത്തെ
പ്രീവിയസ് ഡേ ക്യാൻഡിലിൻ്റെ ക്ലോസിങ്ങിന് മുകളിലായിട്ട് ഒരു കംഫർട്ടബിൾ ക്ലോസിംഗ് വെച്ചിട്ടില്ല എന്നത് ചെറിയൊരു നെഗറ്റിവിറ്റി ആയിട്ട് കാണാവുന്നതുമാണ്. RSI ഉള്ളത് ഒരു ബുള്ളിഷ് ക്രോസ് ഓവറിലാണ്. ഇനി നിഫ്റ്റിയെ സംബന്ധിച്ച് ഒരു റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 26,100ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് സൈക്കോളജിക്കൽ ലെവലായിട്ടുള്ള 26,000ഉമാണ്. ബാങ്ക് നിഫ്റ്റി ഇന്നലെ പോസിറ്റീവിലാണ് ക്ലോസ് ചെയ്യുന്നത്. 59,462 72 പോയിന്റ്സ് ഉയർന്നാണ് ബാങ്ക് നിഫ്റ്റി ക്ലോസ് ചെയ്യുന്നത്. ബാങ്ക് നിഫ്റ്റി കുറേ ദിവസങ്ങളായിട്ട് ഈ ഒരു ലെവലിന് അടുത്തായിട്ട് ട്രേഡ് ചെയ്യുന്നുണ്ടെങ്കിലും അപ്സൈഡിൽ ഈ റെസിസ്റ്റൻറ്റ് ട്രെൻഡ് ലൈനിന് മുകളിലായിട്ട് ക്ലോസിംഗ് വെക്കാൻ സാധിച്ചിട്ടില്ല. പക്ഷേ എല്ലാ കീ മൂവിംഗ് ആവറേജുകൾക്ക് മുകളിലായിട്ടും കൂടാതെ ബോളിഞ്ചർ ബാൻഡിൻ്റെ മിഡിൽ ലെവലിന് മുകളിലായിട്ടുമാണ് ട്രേഡ് ചെയ്യുന്നത്. ഓപ്പൺ ഇൻട്രസ്റ്റ് ഡാറ്റ പ്രകാരം ബാങ്ക് നിഫ്റ്റിയിൽ റെസിസ്റ്റൻസ് ആവാൻ സാധ്യതയുള്ളത് 60,000ഉം സപ്പോർട്ട് ആവാൻ സാധ്യതയുള്ളത് 59,000ഉമാണ്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. മറ്റൊരു കാര്യമുള്ളത്, ആർക്കെങ്കിലും പുതിയൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലാണ് നൽകിയിരിക്കുന്നത്. ഇന്നിവിടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും ഏറ്റവും ഓതറൈസ്ഡ് ആയിട്ടുള്ള സൈറ്റുകളായ മണി കൺട്രോൾ, മിന്റ്, റോയിറ്റേഴ്സ്, CNBC, ഫിനാൻഷ്യൽ എക്സ്പ്രസ് തുടങ്ങിയ മാധ്യമങ്ങളിൽ നിന്നാണ് എടുത്തിരിക്കുന്നത്. മറ്റുള്ളവയെല്ലാം നമ്മുടെ വ്യൂസ് മാത്രമാണ്. ഒരിക്കലും റെക്കമെൻഡേഷൻ അല്ല, നിങ്ങളുടെ എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടി മാത്രമാണ് ഷെയർ ചെയ്യുന്നത്. ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ പൂർത്തിയാവുന്നു. നന്ദി.